Hello folks, welcome back to another vlog. ഞാൻ റാഞ്ചിക്ക് പോകുന്ന റൂട്ടിൽ ഇത് ഡുംബാരി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലാണ് ഈ ഹിർനി ഫോൾസ് ഉള്ളത്. ഇത് കാടിൻ്റെ നടുവിലാണുള്ളത്. ഏകദേശം ഇത് സിറ്റിയിൽ നിന്ന് 60 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഹിർനി ഫോൾസ് ഉള്ളത്. അതായത് കാടിൻ്റെ അകത്തുള്ള രാംഗർ എന്ന നദിയിൽ നിന്നാണ് ഇത് വരുന്നത്, ഈ വെള്ളം. ഇത് ആക്ച്വലി ഇവിടുന്ന് ഒഴുകി ഒഡീഷയിലുള്ള മഹാനദിയിൽ ഇത് കൂടിച്ചേരുന്നുണ്ടെന്ന് അവർ പറയുന്നത്. കയറി വരുന്ന എൻട്രൻസ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ടീ ഷോപ്പ് ഉണ്ട്. ഇവരുടെ തന്നെ ശബ്ദം കേൾക്കാം നമുക്ക്. ഇവിടെ ഇപ്പോൾ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണം ഇവർ. ഇതോരോ വ്യൂ പോയിന്റുകൾ കേട്ടോ. ഒന്ന് ഇവിടെ ഉണ്ട്, രണ്ടെണ്ണം അവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഒരു വ്യൂ പോയിന്റ് ഇട്ട് കണ്ടില്ലേ, അവിടെയും കാണാൻ ഒരു വ്യൂ പോയിന്റ്. ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇടാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. കുക്കിംഗ് സ്പോട്ടുകളാണ്. കാടിൻ്റെ ഏറ്റവും നടുവിലാണ്. അതായത് റാഞ്ചിന്ന് ഏകദേശം ഒരു 30-40 കിലോമീറ്റർ മാറിയിട്ടാണ്. ഇതിൻ്റെ വേറൊരു വ്യൂ പോയിന്റുകളുള്ള വഴിയാണ്. ഈ ഹിർനി ഫാൾസിൻ്റെ ഹൈറ്റ് വന്നിട്ട് 37 മീറ്ററാണ് കേട്ടോ. ഇത് രാംഗർഹ എന്ന് പറഞ്ഞ കാടിനകത്തുള്ള ഒരു റിവറിനാണിത് വരുന്നത്. ഇത് പറഞ്ഞ താഴത്തോട്ടുള്ള വ്യൂ ആണ്. പ്രത്യേകിച്ച് ഡു നോട്ട് ടേക്ക് സെൽഫി അറ്റ് ഡേഞ്ചർ പോയിന്റ്സ്.
ഇവിടുന്ന് അടിപൊളി വ്യൂ കേട്ടോ. അതൊക്കെ ഫോറസ്റ്റാണ് മേലെ കാണുന്നത്. വേറൊരു വ്യൂ പോയിന്റാണ്. वहाँ भी जा सकता है? अच्छा ശരിയാ. അതിൻ്റെ ടോപ്പിക്ക് പോകാൻ പറ്റുമെന്നാ പറയുന്നത് കേട്ടോ. ടോപ്പിൽ വ്യൂ പോയിന്റ് ഉണ്ട് ഉണ്ടല്ലോ, ഇതിലൂടെയാണ് വഴി. മറ്റൊരു വ്യൂ പോയിന്റ്, ഭയാനകമായ കാട്. हेलो वहाँ देखने को कुछ है? वहाँ ഇതിൻ്റെ ടോപ്പൊക്കെ കയറി പോകണ്ടോ, ശരിക്കും കുഴങ്ങി. ഹലോ, നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കയറി വന്നത്. ശരിക്കും കുഴങ്ങി. അവിടെ നോക്കിക്കഴിഞ്ഞാലേ ജാർഖണ്ഡ് മൊത്തം കാണട്ടെ കാട്. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇതിലൂടെ ഇത് മൊത്തം ഫോറസ്റ്റാണ് കേട്ടോ. ഈ വ്യൂ പോയിന്റ് നിന്ന് എങ്ങനെ നോക്കാം. അങ്ങോട്ടേക്കുണ്ട് കേട്ടോ വഴി. അല്ലേ ഇവിടെ നല്ല വ്യൂ. താഴോട്ട് അതാണ് റോഡ്, ഒക്കെ ഫോറസ്റ്റാ. ഏറ്റവും താഴോട്ട് നിന്നാണ് നമ്മൾ നടന്ന് കയറിയത്. അതിലൂടെ നടന്ന് കയറി ഇതിലെങ്ങനെയാണ്. ഇനി അതിൻ്റെ മേലുള്ള വ്യൂ എങ്ങനെയാ നോക്കാം. ഓ ഇത് കുറച്ച് ഡേഞ്ചറാട്ടോ. ഇവിടെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ. ഓ അതാണ് ഇവിടുത്തെ ടോപ്പ് വ്യൂ. ഇതിൻ്റെ ടോപ്പ് വ്യൂ, താഴത്തുള്ള വ്യൂ, ചുറ്റിലുള്ള വ്യൂ. താഴത്ത് നോക്കിയാൽ പേടിയാവും. ഈ സ്റ്റെപ്പിലൂടെ നമ്മൾ കയറി വന്നത്. ഇതാണ് ആ വ്യൂ പോയിന്റ്. അവിടെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റൊക്കെ നടുക്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അവിടെ പോയ ഹിർനി ഫോൾസിൻ്റെ ഏറ്റവും അടുത്തേക്കുള്ള വ്യൂ ആണിത്. ഫോൾസ് ഇതാ ഏകദേശം ആ ഭാഗത്തായിട്ട് വരും. അവിടെ വേറൊരു വ്യൂ പോയിന്റ് ആണ്. അതിവിടെ പൈപ്പ് പൊട്ടിയിട്ടുള്ളത് ഇതിൻ്റെ. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അവിടേക്കുള്ള വഴി, അവിടെയുള്ള പാലം എന്താ തകർന്നിട്ടുള്ളത് ഉണ്ടല്ലേ. ഈ പാലം ആക്ച്വലി ഇവിടുന്ന് നേരെ അങ്ങോട്ടുള്ള വഴിയായിരുന്നു, അത് തകർന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇനി തിരിച്ച് അങ്ങോട്ട് നിലക്ക് കയറാം. ഇവിടെ പാലം തകർന്നിട്ടുള്ളത്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഫാൾസിൻ്റെ ഏറ്റവും അടുത്തേക്ക് എത്താം.
ഇവിടെ ഒരു അപ്പൂപ്പൻ പശുവിനെ മേയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ടല്ലേ, ഏറ്റവും അടുത്തുനിന്ന് കാണാം. ഇവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ടോപ്പിൽ നിന്നാണ് അത് വരുന്നത്. എഴുതി ഓക്കെ. പറഞ്ഞില്ല, വ്യൂ പോയിന്റാണ്. ഏകദേശം വളരെ അടുത്തായിട്ട് വരും. ഹലോ ഓ ആ തൊട്ടടുത്ത്. ഞാനിപ്പോൾ ഈ ഫോൾസിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഏറ്റവും അടുത്ത് മീൻസ് ഏകദേശം തൊട്ടടുത്ത്. ആ കാടിൽ നിന്നാണ് വരുന്നത്. ഇത് ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് കേട്ടോ. ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ ജർഗരഹര കാട്ടത്ത് നിന്ന് വരുന്ന റിവറിൻ്റെ പേര്, പഴയ പേര് ജാറുഗഡ. സൈയാണ് സർ, പുരാന നാം ജാറുഗഡ ആയിരുന്നു. പിന്നെയാണ് ജർഗരഹര. ഇവിടെ പല പേരുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ജർഗരഹര എന്നാണ് നദി റിവർ അറിയപ്പെടുന്നത്.